അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് ലഭിച്ച സാധനങ്ങൾ സന്നദ്ധ പ്രവർത്തകർ പോലീസിനെ കൈമാറി. കത്തിനശിച്ച സ്ഥലത്ത് നിന്ന് 800 ഗ്രാമിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ, 80,000 രൂപ, പാസ്പോർട്ടുകൾ, ഒരു ഭഗവത്ഗീത എന്നിവയാണ് കണ്ടെടുത്തത്. കണ്ടെടുത്ത എല്ലാ സ്വകാര്യ വസ്തുക്കളും രേഖപ്പെടുത്തുന്നുണ്ടെന്നും അവ അടുത്ത ബന്ധുക്കൾക്ക് തിരികെ നൽകുമെന്നും ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘവി പറഞ്ഞു. 56-കാരനായ രാജു പട്ടേലിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. രാജു പട്ടേലും സംഘവുമാണ് അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയത്. ആദ്യത്തെ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഞങ്ങൾക്ക് അടുത്തെത്താൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും തീ വളരെ ശക്തമായിരുന്നുവെന്നും രാജു പട്ടേൽ പറഞ്ഞു. ആദ്യത്തെ അഗ്നിശമന സേനയും 108 ആംബുലൻസുകളും എത്തിയപ്പോൾ ഞങ്ങൾ സഹായത്തിനായി ഓടി. സ്ട്രെച്ചറുകളൊന്നും കാണാത്തതിനാൽ സാരിയും ബെഡ്ഷീറ്റും ഉപയോഗിച്ചാണ് പരിക്കേറ്റവരെ ചുമന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടേലിന്റെ സംഘത്തെ രാത്രി 9 മണിവരെ സ്ഥലത്ത് തുടരുവാൻ അധികൃതർ അനുവദിച്ചു. 2008-ലെ അഹമ്മദാബാദ് സീരിയൽ സ്ഫോടനങ്ങളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 131 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. 124 പേരുടെ കുടുംബത്തെയും വിവരമറിയിച്ചു. ഇതുവരെ 83 മൃതദേഹങ്ങൾ വിട്ടുനൽകിയിട്ടുണ്ടെന്നും ബാക്കിയുള്ളവ ഉടൻ വിട്ടുനൽകുമെന്നും ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് വിട്ടുനൽകിയത്. അതേസമയം മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയുവാനുള്ള DNA പരിശോധനകൾ ഇന്ന് തുടരും. അതോടൊപ്പം വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ എയർ ഇന്ത്യയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അപകടം സംഭവിക്കുന്നതിന് മുൻപ് വിമാനം പറത്തിയിരുന്ന പൈലറ്റുമാരുടെയും ക്രൂ അംഗങ്ങളുടെയും വിവരങ്ങളാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിമാനം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്ന് കണ്ടെത്താനാണ് ഈ നീക്കം. അപകടം സംഭവിക്കുന്നതിന് മുൻപുള്ള 8 ദിവസത്തെ വിവരങ്ങളാണ് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബോയിംഗ് 787 ഡ്രീംലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തകർന്നു വീഴുകയായിരുന്നു. 11A എന്ന സീറ്റിലെ യാത്രക്കാരനായ വിശ്വാസ് കുമാർ രമേശ് ഒഴികെയുള്ള മുഴുവൻ യാത്രക്കാരും അപകടത്തിൽ മരിച്ചു. കൂടാതെ വിമാനം തകർന്നു വീണ കെട്ടിടങ്ങൾക്കുള്ളിലും പരിസരത്തുമുണ്ടായിരുന്നവർക്കും ജീവൻ നഷ്ടമായിരുന്നു.